ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പഠിക്കാൻ മടിയുള്ള കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാമെന്നുള്ള ഒരു വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇതിൽ പറയുന്ന പോലത്തെ നല്ല രസകരമായിട്ടുള്ള ടിപ്സ് ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു പാർട്ട് 2 പോലെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പഠിക്കുന്നതിനുള്ള മടി പൂർണ്ണമായിട്ടും മാറ്റാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സുകൾ കണ്ടാലോ. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിലൊന്നാമത്തെ കാര്യം, പഠിപ്പ് മാറ്റി വെച്ചിട്ട് അതിനെ ഒരു ഗെയിമാക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികൾക്ക് ഫോണിൽ ഗെയിം കളിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്, പക്ഷെ പഠിക്കാൻ അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ എന്തായിരിക്കും അതിന് കാരണം? അവർ ഗെയിം കളിക്കുമ്പോൾ അതിൽ ഓരോ റിവാർഡുകൾ കിട്ടുന്നുണ്ട്, പക്ഷെ പഠിച്ചു കഴിയുമ്പോൾ അവർക്കൊന്നും കിട്ടുന്നില്ലല്ലോ. ചിലപ്പോൾ അതായിരിക്കാം. സോ ഇനി മുതൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇതൊരു ഗെയിം പോലെ ആക്കുക. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു 5 ചോദ്യങ്ങൾ ഒരു 10 മിനിറ്റിനുള്ളിൽ പഠിച്ചാൽ നിനക്ക് ഒരു സ്റ്റാർ തരാമെന്ന് പറയാം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോഴും അവർക്ക് ഓരോ സ്റ്റാർ കൊടുക്കുക. എന്നിട്ട് അവർക്കൊരു ഓഫർ കൊടുക്കുക. 5 സ്റ്റാർ ആവുകയാണെങ്കിൽ ഇന്ന് വൈകിട്ട് നിനക്ക് ഇഷ്ടമുള്ള സ്നാക്സ് വാങ്ങിച്ചു തരാമെന്നോ, അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഓഫർ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനും അങ്ങനെ വാശിയോടെ പഠിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, ഫോക്കസ് ടൈം സെറ്റ് ചെയ്യുക. കുട്ടികളെ മണിക്കൂറുകളോളം പിടിച്ചിരുത്തി പഠിപ്പിക്കരുത്. അവരുടെ ശ്രദ്ധ പെട്ടെന്ന് പോകും. ഇതിനൊരു പോമഡോറോ ടെക്നിക്ക് എന്നാണ് പറയുക. അതായത് 20 മിനിറ്റ് മാത്രം കുട്ടീനെ ഫുൾ ഫോക്കസോടെ പഠിപ്പിക്കുക. അത് കഴിയുമ്പോൾ നിർബന്ധമായിട്ടും ഒരു 5 മിനിറ്റ് ബ്രേക്ക് നൽകുക. ആ 5 മിനിറ്റിൽ അവർക്കൊന്ന് നടക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വെള്ളം കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. വീണ്ടും ഒരു 20 മിനിറ്റ് പഠിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികളുടെ തലച്ചോറിന് അമിതമായിട്ടുള്ളൊരു ഭാരം ഇല്ലാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ കാര്യം, പഠിപ്പിക്കാതെ അതിന് പകരം സംശയങ്ങൾ ചോദിക്കുക. ഇപ്പോൾ വളരെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിക്കുന്നത് അവർക്ക് ഇഷ്ടാവില്ല. സോ അങ്ങനെ നീ ഇരുന്ന് പഠിക്കുകയെന്ന് പറയുന്നതിന് പകരം അവർ പഠിച്ച കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ പറയുക. എക്സാമ്പിളായിട്ട്, മോനെ ഇന്ന് സ്കൂളിൽ പഠിപ്പിച്ച ആ കഥ അമ്മയ്ക്ക് മനസ്സിലായില്ല, അതൊന്ന് പറഞ്ഞു തരാമോ, അങ്ങനെ ചോദിക്കാം. അപ്പോൾ അവർ തന്നെ സ്വയം ഒരു അധ്യാപകൻ്റെ പോലെ മാറി നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇത് അവരുടെ ആത്മവിശ്വാസം കൂട്ടാനും സഹായിക്കും. നാലാമത്തെ കാര്യം, അവരുടെ പഠന അന്തരീക്ഷം മാറ്റുക. എപ്പോഴും ഒരേ മുറിയിലിരുന്ന് പഠിപ്പിക്കുന്നത് കുട്ടികളിൽ മടുപ്പുണ്ടാക്കും. വല്ലപ്പോഴെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥലം ഒന്ന് മാറ്റി നോക്കുക. നല്ല വെളിച്ചവും അല്ലെങ്കിൽ ഒരു കാറ്റൊക്കെ ഉള്ള ഒരു ലിവിങ് റൂമിലോ അല്ലെങ്കിൽ ബാൽക്കണി ഉണ്ടെങ്കിൽ അവിടെയോ, ഇതൊന്നും അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇരുത്തി പഠിപ്പിക്കാം. നമ്മൾ പ്രകൃതിയോട് ഇണങ്ങിയിരുന്ന് പഠിക്കുന്നത് കുട്ടികളുടെ ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. സോ പഠിപ്പിക്കുന്ന സ്ഥലം ഒന്ന് മാറ്റി നോക്കുക. അഞ്ചാമത്തെ കാര്യം, നമ്മൾ കമ്പയർ ചെയ്യുന്നതും ദേഷ്യപ്പെടുന്നതും നിർത്തുക. അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ കണ്ട് പഠിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരിക്കലും കുട്ടികളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുത്. അത് കുട്ടികളിൽ പഠനത്തോട് കൂടുതൽ വെറുപ്പുണ്ടാക്കാൻ കാരണമാവും. അതുപോലെ പഠിപ്പിക്കുമ്പോൾ വഴക്ക് പറയോ അടിക്കുകയൊക്കെ ചെയ്താൽ അവരുടെ ശ്രദ്ധ പേടിയിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. സോ പഠനത്തിലേക്ക് വരില്ല. ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് അവരുടെ പഠനത്തിൽ ഉണ്ടായാൽ പോലും അവരെ അഭിനന്ദിക്കുക. അടുത്തൊരു ടിപ്പാണ് ഓഡിയോ വിഷ്വൽ രീതി ഉപയോഗിക്കുക. വിഷ്വൽ ലേണിംഗ് എന്ന് പറയും. അതായത് നമ്മൾ കുട്ടികൾ ബുക്കിൽ മാത്രം നോക്കിയിരുന്ന് പഠിക്കുന്നതിന് പകരം അവരുടെ ഇപ്പോൾ കഥകളോ അല്ലെങ്കിൽ ഇപ്പോൾ സയൻസിലെ ഓരോ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ കാണിച്ചു കൊടുക്കുക. യൂട്യൂബിലോ അല്ലെങ്കിൽ വല്ല ആനിമേഷൻ വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾ കണ്ടുപഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറക്കില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റും കൂടും. അടുത്ത കാര്യം, കുട്ടികളെ കൊണ്ട് തന്നെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. എല്ലാ ദിവസവും കുട്ടികളെ കൊണ്ട് ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എഴുതണം എന്നൊക്കെയുള്ള ഒരു ലിസ്റ്റ് തനിയെ എഴുതിപ്പിക്കുക. എന്നിട്ട് ഇതിൽ ഓരോന്നും ചെയ്ത് കഴിയുമ്പോൾ അവരെ കൊണ്ട് തന്നെ അത് ടിക്കടിയിപ്പിക്കുക. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റോടെ പഠിക്കാൻ പറ്റും. അടുത്തൊരു കാര്യം, പഠിക്കുന്ന സമയത്ത് മറ്റുള്ള ഗാഡ്ജറ്റ്സുകൾ യൂസ് ചെയ്യുന്നത് നിർത്താം. കുട്ടി പഠിക്കാനിരിക്കുന്ന സമയത്ത് വീട്ടിൽ ആരും TV വെക്കുകയോ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുകയോ ചെയ്യാണ്ടിരിക്കുക. വീട് മുഴുവൻ നമ്മളൊരു പഠന അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ പാരൻസ് ആയാലും ഫോൺ നോക്കിയിരുന്നിട്ട് കുട്ടിയോട് പഠിക്കാൻ പറഞ്ഞാൽ അവർക്ക് ഒന്നും കൂടി ദേഷ്യമാവുള്ളൂ. അവർ തീരെ അതിൽ ശ്രദ്ധിക്കില്ല. സോ മാക്സിമം സൗണ്ടുകളെല്ലാം ഒഴിവാക്കുക. അടുത്തൊരു കാര്യം, നമ്മുടെ മക്കളുടെ താല്പര്യങ്ങളെ പഠനവുമായിട്ട് ബന്ധിപ്പിക്കുക. നിങ്ങളുടെ കുട്ടിക്ക് ഇപ്പോൾ ക്രിക്കറ്റ് കളി ഇഷ്ടമാണെങ്കിൽ ക്രിക്കറ്റിൻ്റെ സ്കോറുകൾ വെച്ചിട്ട് കണക്ക് കൂട്ടാൻ പഠിപ്പിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ കഥകൾ ഇഷ്ടമാണെങ്കിൽ ഭാഷകളിലൂടെ അല്ലെങ്കിൽ കഥകളിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാം. അങ്ങനെ അവരുടെ ഇഷ്ടങ്ങളെ നമ്മൾ പഠനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അടുത്തൊരു കാര്യം, ആവശ്യത്തിന് ഉറക്കവും ശരിയായ ഭക്ഷണവും അവർക്കുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ശരീരത്തിന് ക്ഷീണമാണെങ്കിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ ഭയങ്കര മടിയായിരിക്കും. സോ കുട്ടികൾക്ക് ദിവസവും ഒരു 8 മുതൽ 9 മണിക്കൂർ വരെ ഉറക്കം നിർബന്ധമായിട്ടും വേണ്ടതാണ്. അത് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഉറക്കം തൂങ്ങിയിട്ട് അവരിയ്ക്കുണ്ടാവുക. അപ്പോൾ പരമാവധി മധുരമുള്ള സാധനങ്ങളും അതുപോലെ ജങ്ക് ഫുഡ്സൊക്കെ കുറച്ച് പഴങ്ങളും പച്ചക്കറികളൊക്കെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക.
ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനം കൂടാനും നല്ലൊരു എനർജറ്റിക് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. സോ ഈ ടിപ്പുകളൊക്കെ ഒന്ന് പ്രയോഗിച്ചാൽ തന്നെ കുറേയൊക്കെ മാറ്റം വരുത്താൻ നമുക്ക് പറ്റും. പെട്ടെന്ന് മാറ്റം വരുമെന്ന് വിചാരിക്കരുത്, ക്ഷമയോടെ ട്രൈ ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതുപോലത്തെ രസകരമായിട്ടുള്ള ടിപ്സ് വേണമെങ്കിൽ എൻ്റെ മുൻപത്തെ വീഡിയോയും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. സോ ഈ ടിപ്പുകളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്